നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം ജയിച്ചത് സതീശനോ രാഹുലോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മാങ്കൂട്ടത്തിൽ എത്തരുതെന്ന കർശന നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയിരുന്നത്. ഷാഫി പറമ്പിലും മറ്റ് നേതാക്കളും വഴി രാഹുലിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം അദ്ദേഹം ദിവസങ്ങൾക്ക് മുന്നേ നൽകിയിരുന്നു എന്നു മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ UDF-ന്റെയും കോൺഗ്രസിന്റെയും പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലെന്ന കത്തും സ്പീക്കർക്ക് വി.ഡി. സതീശൻ നൽകിയിരുന്നു. ഒരു കാരണവശാലും രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്നത് അദ്ദേഹത്തിന് ദൃഢനിശ്ചയമുള്ള കാര്യമായിരുന്നു. എന്നാൽ വി.ഡി. സതീശന്റെ വാശിയൊക്കെ പപ്പടം പോലെ പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും എ ഗ്രൂപ്പ് നേതാക്കളുടെയും മൗനാനുവാദം ഇതിന് പിന്നിലുണ്ടെന്ന് പറയുമ്പോഴും സതീശനെ വെല്ലുവിളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ധൈര്യം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതോടെ രാഹുൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ വി.ഡി. സതീശന്റെ തല താണു എന്നാണ് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനെ ഒരിക്കലും അനുകൂലിക്കാതിരുന്നയാളാണ് വി.ഡി. സതീശൻ. രാഹുലിനെതിരെ ലൈംഗികാപവാദ ആരോപണം ഉയർന്നതിന് ശേഷം കടുത്ത നിലപാടുകൾ, രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയ ആളാണ് വി.ഡി. സതീശൻ. എന്നാൽ സതീശന് പുല്ലുവില നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യപൂർവ്വം നിയമസഭയിലെത്തി. അതിന് പിന്തുണയായി എ ഗ്രൂപ്പിന്റെ നേതാക്കളും മൗനാനുവാദം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും ആയിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം വി.ഡി. സതീശനെടുത്ത ഈ കടുത്ത നിലപാടിനെ അനുകൂലിക്കാത്ത കുറേയധികം നേതാക്കൾ കോൺഗ്രസിലുണ്ട്. കുറേയധികം എന്ന് വെച്ചാൽ ഏതാണ്ട് ഏറെക്കുറെ സീനിയർ നേതാക്കളെല്ലാം ഇത്ര കടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണ്ട എന്ന നിലപാടിലായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ രാഹുലിനെ നിയമസഭയിൽ കയറ്റില്ല എന്ന് വാശി പിടിച്ചപ്പോൾ എന്നാൽ കയറ്റിയേ അടങ്ങൂ എന്നുള്ള വാശി സീനിയർ നേതാക്കൾ പലരും എടുക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനോട് സഭയിൽ വരരുതെന്നുള്ള നിർദ്ദേശം എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ വഴി സതീശൻ നൽകിയിരുന്നു. അപ്പോൾ തന്നെ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തു. കാരണം സ്വതന്ത്ര MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സഭയിൽ വരാം, അത് തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് അംഗം അല്ല. കോൺഗ്രസ് അംഗമല്ലാത്ത ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് സഭയിൽ വരരുതെന്ന് പറഞ്ഞ് തടയുക? അതിലൊരു സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് പാലക്കാടിന്റെ ജനപ്രതിനിധിയായി തനിക്ക് സഭയിൽ പങ്കെടുത്തേ മതിയാകൂ എന്നും താൻ പങ്കെടുക്കുമെന്നുള്ള ഉറച്ച സൂചന സതീശന് രാഹുൽ മാങ്കൂട്ടം നൽകിയിരുന്നു. ഷാഫി പറമ്പിലിന്റെയും PC വിശ്വനാഥിന്റെയും മറ്റു ചില എ ഗ്രൂപ്പ് നേതാക്കളുടെയും കടുത്ത പിന്തുണ, സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ സതീശന്റെ ഈ ആവശ്യത്തോട് കണ്ണടയ്ക്കുകയും ചെയ്തു. അതോടുകൂടി പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ന് വി.ഡി. സതീശനാണ് സഭയിൽ വെട്ടിലായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ കടന്നു വന്നു. അത് സതീശന്റെ തല താഴുന്നതിന് കാരണമായി എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സതീശന്റെ തിട്ടൂരത്തെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭയിലെത്തിയത് വരും കാലങ്ങളിൽ കോൺഗ്രസിൽ ചില ശാക്തി കച്ചേരിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സൂചനയുണ്ട്. കാരണം ഇതുവരെ പരാതിയൊന്നും ലഭിക്കാത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ യാതൊരു കേസും ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് രാഹുലിന്റെ സസ്പെൻഷൻ അടുത്ത് തന്നെ പിൻവലിക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വി.ഡി. സതീശനുമായുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമെന്ന് മാത്രമല്ല, ശനിയാഴ്ച അദ്ദേഹം തൻ്റെ നിയോജക മണ്ഡലമായ പാലക്കാടെത്തി ജനങ്ങളുമായി സംസാരിക്കുമെന്നും അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും ജനകീയ പ്രശ്നങ്ങൾ, പാലക്കാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ അദ്ദേഹം ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും രാഹുലും സതീശനും തമ്മിലുള്ള യുദ്ധത്തിൽ ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ.